ഹലോ എവരി വൺ, വെൽക്കം ടു സമ്മിറ്റ് AS അക്കാഡമി. എൻ്റെ പേര് രാജ്കുമാർ TM ആൻഡ് നിങ്ങൾക്ക് KAS ജോഗ്രഫി സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. സോ ടു ബിഗിൻ വിത്ത്, കഴിഞ്ഞ KAS എക്സാമിനേഷന്, അതായത് 2020 നടന്ന KAS എക്സാമിനേഷന് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് മാർക്സ് ചോദിച്ചൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്നുള്ളത്. പ്രിലിംസ് എക്സാമിന് പേപ്പർ 1-ൽ 15 മാർക്കിനും അതേപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ പേപ്പർ 2-ൽ 35 മാർക്കിനും ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫി എന്നൊരു സബ്ജക്ട് ഈ ഒരു എക്സാമിനേഷൻ സംബന്ധിച്ചോളം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അത് മാത്രമല്ല, ഈ ഒരു സബ്ജക്ട് നമുക്ക് വ്യക്തമായി പഠിച്ചെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് സബ്ജക്ട്സിന്, എൻവയോൺമെന്റ് പോലുള്ള സബ്ജക്ട്സിന് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ, കുറച്ചും കൂടി സ്മാർട്ട് ഗസസ് എടുക്കാനോ ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജോഗ്രഫിക്ക് കഴിയും. സോ നമുക്ക് ജോഗ്രഫി സിലബസിലേക്ക് ഒന്ന് പോകാം. എന്തൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, എന്തൊക്കെ നമുക്ക് നോക്കണം, ഏതൊക്കെ ബുക്സ് ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ടു സീ, ദിസ് ഈസ് ദ സിലബസ് ഫോർ ദി KAS എക്സാമിനേഷൻ ഇൻ ദി കേസ് ഓഫ് സബ്ജക്ട് ഓഫ് ജോഗ്രഫി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജനറൽ ജോഗ്രഫി എന്നൊരു ടോപ്പിക്കിന് താഴെ നിങ്ങൾക്ക് കാണാം സോളാർ സിസ്റ്റം, അതായത് എർത്ത്. അത് മാത്രമല്ല, നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? സൗരയുധം, സണ്ണിന് ചുറ്റും കറങ്ങുന്ന ബാക്കിയുള്ള പ്ലാനറ്റ്സ്, ആസ്ട്രോയിഡ്സ്, അതേപോലെ തന്നെ മറ്റു സെലസ്റ്റിയൽ ബോഡീസ്, അതുമായി ബന്ധപ്പെട്ട ഉള്ള ഇൻഫർമേഷൻസ് ആണ് എന്ത് സോളാർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. Then we have the topic of motion of earth. അല്ലെ, നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡേയ്സും നൈറ്റ്സും ഉണ്ടാവുന്നുണ്ട്. എർത്ത് ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട് സണ്ണിന് ചുറ്റും, അതുകൊണ്ട് നമുക്ക് സീസൺസ് ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടാതെ എർത്തിന്റെ ആക്സിസ് എന്നുള്ളത് ഒരു ആംഗിളിൽ അറൌണ്ട് 23.5 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റഡ് ആണ് എന്നും കൂടി നമുക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് സമ്മർ സോളിസ്റ്റൈസ്, വിന്റർ സോളിസ്റ്റൈസ് പോലുള്ള കാര്യങ്ങൾ, ഇക്വിനോക്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമുക്ക് ഈ മോഷൻ ഓഫ് എർത്ത് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതിനൊപ്പം തന്നെ അടുത്ത് നോക്കൂ, കോൺസെപ്റ്റ് ഓഫ് ടൈം. ഓക്കെ, ടൈം എന്നൊരു കോൺസെപ്റ്റ്, നമുക്ക് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു കോൺസെപ്റ്റ്, എങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്, എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡ് മാറുമ്പോൾ ടൈമിന്റെ വ്യത്യാസം വരുന്നത്, ഈസ്റ്റിലേക്ക് വരുമ്പോൾ ടൈം എങ്ങനെ മാറുന്നു, വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം എങ്ങനെ മാറുന്നു, അത്തരത്തിൽ കോൺസെപ്റ്റ് ഓഫ് ടൈം വിച്ച് ഇൻക്ലൂഡ്സ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഓൾസോ. അതുപോലെ തന്നെ സീസൺസ്. ദെൻ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്, എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ. അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എർത്ത് ഈസ് ക്ലാസിഫൈഡ് ടു ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നൊരു ക്ലാസിഫിക്കേഷൻ മാത്രമല്ല എർത്തിനുള്ളത്. അതിൽ നമുക്ക് വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്രസ്റ്റ്, മാന്റിൽ, കോറിൽ ഏതാണ് സോളിഡ്, ഏതാണ് ലിക്വിഡ്, ഏതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എർത്തിന്റെ ഇന്റീരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഒരുപാട് എർത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനൊക്കെ ഫോഴ്സസ് വരുന്ന എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ വോൾക്കാനിസം, അല്ലെ, എർത്ത് ക്വേക്ക്, ഇതിലൊക്കെ ഫോഴ്സ് വരുന്ന എവിടെ? എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഫോഴ്സ് വരുന്നത്, എന്തൊക്കെയാണ് അതിന് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, എർത്തിൽ ഫോം ചെയ്യുന്ന മേജർ ലാൻഡ് ഫോംസ്, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് റിവർ എടുക്കാം. അപ്പോൾ റിവർ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു മലയുടെ മുകളിൽ നിന്ന് തുടങ്ങി ഒഴുകി 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 ഒരു കടലിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മലയുടെ മുകളിൽ കൂടെ ഒഴുകുമ്പോഴൊക്കെ നല്ല വെലോസിറ്റി ഉണ്ടാവും, നല്ല എനർജി ഉണ്ടാവും. അതിന്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം ക്യാരി ചെയ്യുവാനായി സാധിക്കും. ചെറിയ റോക്സോ വലിയ റോക്സോ എന്താണെങ്കിൽ തന്നെ കൂടെ ക്യാരി ചെയ്ത് പോരുന്നുണ്ടാവും. അവസാനം ആവുമ്പോഴേക്കും അതിന് എനർജിയൊക്കെ കുറയും, അത് ഓരോ സ്ഥലത്തു നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റിവർ തന്നെ ഇറോഡ് ചെയ്യുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഫിസിക്കൽ ഫീച്ചറിനെ ഇറോഡ് ചെയ്ത് അവിടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. വേറെ സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെയും മാറ്റങ്ങൾ വരുത്തുന്നു. ഇതേപോലെ റിവർ ഓൺ ചെയ്യുന്നുണ്ടാവും, വിൻഡ് ചെയ്യുന്നുണ്ട്, ഗ്ലേഷ്യേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേജർ ലാൻഡ് ഫോംസും അവരുടെ ഫീച്ചേഴ്സും പഠിക്കണം. അറ്റ്മോസ്ഫിയർ, അതിന്റെ സ്ട്രക്ചർ, കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ എലമെന്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ക്ലൈമറ്റ്, അല്ലെ, ഇപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവാം. അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ്, അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്, സൈക്ലോണിക് ആക്ടിവിറ്റി, ആന്റി സൈക്ലോണിക് ആക്ടിവിറ്റി പോലുള്ള അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. ഇനി ഓഷ്യൻസ് എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഷ്യൻസ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഷ്യനുള്ളിൽ കാണുന്ന റിലീഫ് ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഓഷ്യനുള്ളിൽ കാണുന്ന സീ മൗണ്ട്സ് ഉണ്ടാവാം, സബ്മറൈൻ റിഡ്ജസ് ഉണ്ടാവാം, അവരെ പറ്റി പഠിക്കണം. കെമിക്കൽ ഉദ്ദേശിക്കുമ്പോൾ ഓഷ്യന്റെ സലൈനിറ്റി, അല്ലെ, ഉപ്പുരസം. എല്ലാ ഓഷ്യനിലും ഉപ്പുരസമുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും ഒരേപോലെയാണോ?
ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ സലൈനിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, എങ്ങനെയാണ് മാറ്റം വരുന്നത്, അതേപോലെ തന്നെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർ എക്സാമ്പിൾ കോറൽ റീഫ്സ് പോലെയുള്ള കാര്യങ്ങളെ പറ്റി, പവിഴപ്പുറ്റുകളെ പറ്റിയൊക്കെ ഒരു ബേസിക് ആയ ഇൻഫർമേഷൻ നമ്മൾ പഠിക്കണം. ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് നോക്കണം. ദെൻ മെറൈൻ ആൻഡ് കോണ്ടിനെന്റൽ റിസോഴ്സസ്, നമുക്ക് കിട്ടുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. മിനറൽ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിസോഴ്സസ് ഉണ്ട്, അതുമല്ലെങ്കിൽ വേറെ നമുക്ക് കിട്ടുന്ന റിന്യൂവബിൾ എനർജി ഉണ്ട്. അത്തരം റിസോഴ്സുകളെ പറ്റി ഒന്ന് ബേസിക്കലി നോക്കണം. ദെൻ ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് വേൾഡ്, ഇന്ത്യ ആൻഡ് കേരള. 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് പഠിക്കണം. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന മലകളും കുന്നുകളും ഹിൽസ് ആ റീജിയൻസ് ഒക്കെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് വേൾഡ് പഠിക്കണം, ഇന്ത്യ പഠിക്കണം, കേരള പഠിക്കണം. അതേപോലെ സോഷ്യൽ ജോഗ്രഫി, ആ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, അവരുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് വേൾഡ്, ഇന്ത്യ, കേരള. എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്കണോമിയുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ മിനറൽസ് ആയിരിക്കാം, അഗ്രികൾച്ചർ ആയിരിക്കാം, ഇൻഡസ്ട്രീസ് ആയിരിക്കാം. ഇൻ ദി കേസ് ഓഫ് വേൾഡ്, ഇന്ത്യ, കേരള. അപ്പോൾ ഇങ്ങനെ ഈ ടോപ്പിക്സിനെ നമുക്ക് വേർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഫിസിക്കൽ, സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി എന്നും വേൾഡ്, ഇന്ത്യ, കേരള എന്ന രീതിയിലും ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ എടുത്തു പറയുന്ന കുറച്ച് ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് ഉണ്ട്. എർത്ത് ക്വേക്ക് എങ്ങനെ ഉണ്ടാകുന്നു, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീസ്മിക് വേവ്സ് പോലുള്ള കാര്യങ്ങൾ, സുനാമി, വോൾക്കാനോസ്, സൈക്ലോൺ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ സംഭവിക്കുന്ന 2 ഫിനോമിനാണ് ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്. സൈക്ലോൺ നമുക്ക് എല്ലാ വർഷവും ഒരുപാട് 2 or 3 നല്ല സിവിയർ ആയ സൈക്ലോൺസും സംഭവിക്കുന്നുണ്ട്. സോ അവരെ പറ്റി എങ്ങനെയാണ് അവരുടെ ഫോർമേഷൻ, അതിന് പിന്നിൽ ജിയോ ഫിസിക്കൽ ഫിനോമിന എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഇത്രയുമാണ് ജോഗ്രഫിയുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് വ്യക്തമായ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് ഇവിടെ ക്ലാസ്സുകളിലും വീഡിയോസിൽ കവർ ചെയ്ത് പോകാം. അപ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ ഈസിലി പറ്റും. ഇനി ഇതിന് എന്ത് ബുക്ക് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റെക്കമെൻഡ് ഇസ് ദി ക്ലാസ് 11th and 12th NCERT ടെക്സ്റ്റ് ബുക്ക്. 11th and 12th NCERT ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. rather than പോയിന്റ് ഫർദർ റെഫറൻസിലേക്ക് പോകുന്നേക്കാൾ നല്ലത് ഏറ്റവും ആദ്യം ആ ടെക്സ്റ്റ് ബുക്കുകളെ തറവാക്കി പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ വി went through the syllabus and the other basic things regarding geography for KS. So I think we can wind up. Thank you very much.